മോർണിംഗ്. യെസ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം. ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിരിക്കണല്ലോ. അതെന്തിനമ്മ? ഇതാണ് അമ്മ കടി. ഇതെന്താ ഒരു മഞ്ഞ കളർ വെള്ളപ്പോ? ഞാൻ ആദ്യമായിട്ട് കാണുമല്ലോ. ഏത് കമ്പനീൻ്റെ പൊടിയാണിത്? അജ്മി. താങ്കൾ മഞ്ഞ കളറിലാണോ വെള്ളപ്പം വെക്കണത്? ഓ, ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ്. ഒരു മിനിറ്റ്. ഓഹോ, ചൂട് എന്താ അമ്മടാ. ബീഫ്, കുറച്ച് ബീഫ്. നെത്തോളോ ഇപ്പോളോ? ബീഫ് ഉള്ളപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ച് നെത്തള്. ഞാൻ മീനങ്ങനെ കൂട്ടലില്ലെങ്കിലും കുറച്ചൊരു ഭംഗിക്ക് കിടക്കട്ടെ അല്ലേ. പെട്ടെന്ന് എൻ്റെ അലാറം അടിച്ച് ക്യാമറ കട്ടായിപ്പോയി. അപ്പം വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ സ്ഥലം വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പുതിയ ഏരിയയായി. നിങ്ങളത് കാണിപ്പിച്ച് കൊതിപ്പിക്കട്ടെ. നിങ്ങളത് കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ലോക്കൽ ബീഫ്, ഇന്നലത്തെ രാത്രിത്തെ ബീഫാട്ടോ. പണ്ട് ഇങ്ങനെ പറയുന്നു മീനും ബീഫൊന്നും ഒരുമിച്ച് കഴിക്കാൻ വേണ്ട. ആ എന്ത്? ആ, നിന്നെ കാണിച്ചിട്ട് തിന്നണം. ഓക്കെ. ഞാൻ വീഡിയോ എടുക്കുക. കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പൊ തന്നെ എന്റെ ഭരണാണ് ഗൈസ് ഇവിടെ. എന്നാലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിക്കാം. ഞാൻ തീറ്റ തുടങ്ങിയിട്ട് ഇപ്പോൾ 10-15 മിനിറ്റായി. ഞാൻ മീൻ കൂട്ടാത്താളാ. നെത്തൽ ഇങ്ങനെ ഇങ്ങനെ ഒരേ അടിയാ. സമയം 10:30 ആയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഇമ്മാനടി. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. എല്ലാവരും വെയിറ്റ് ചെയ്യണേ, പറഞ്ഞുതരാം. അപ്പം ഇന്ന് മൊത്തം ഫുഡ് വ്ളോഗാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഗുണ്ടു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി. ഓയ് ചെമ്മീനൊന്നും കാണുന്നില്ലല്ലമ്മ. 100 രൂപയ്ക്ക് ചെമ്മീൻ മേടിച്ച് പറ്റിക്കാനുള്ള പരിപാടിയാ അല്ലേ? രാവിലത്തെ നെത്തോള് പൊരിച്ചതും തൈരും ഇതൊക്കെ ഉണ്ട്. ഇവര് പിന്നെ വെള്ളിയാഴ്ച പണിക്ക് വരണമെങ്കിൽ ചെമ്മീൻ ബിരിയാണി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നിയമങ്ങൾ? എന്തായി കേരളത്തിൽ നടക്കണേ? അതോന് നൂലിന്. അപ്പൊ നമുക്ക് എനിക്ക് ഇത്ര ചോറ് വേണ്ട. എങ്ങനെയുണ്ട് കണ്ണാപ്പി? സത്യം പറയും, ശരിക്കും രസമുണ്ട്. ഇവരാണ് ഒഫീഷ്യൽ ടേസ്റ്റേഴ്സ്. ഇവര് പറയും ഓൻ ചെമ്മീൻ ബിരിയാണി തിന്നൂലാന്ന്. പിന്നെ മുനവറിന് ഇന്നലെ ഭയങ്കര സങ്കടമായി. ഇന്നലെ ഓന് പെണ്ണില്ല എന്ന് പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയച്ചില്ല. അപ്പം ഇന്നെങ്കിലും ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കണം മുനവറിന്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഗൈസ്. ചെറിയ മോന്റെ ടാഗാണ് ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്താണ് അയൽവാസിയെ ശ്രദ്ധിക്കാന്നറിയാം. ഓ അങ്ങനെ. പല പള്ളിയില്. നിങ്ങളേത് പള്ളിയിലാ പോയത്? നിങ്ങളെ കണ്ടില്ലല്ലോ വെല്ലുവിളി. ഞങ്ങള് വെല്ലുവിളിയിലാണല്ലോ പോയത്. സ്കിപ്പ്. എവിടെ ശരിക്കും പോയത്? ഞങ്ങൾ ഇനി ചെറിയ പള്ളിയിലല്ലേ പോയത്. ഇതാ ഇവരെല്ലാവരും പോവുകയാണ് ബാംഗ്ലൂരിലോട്ട്. ചിത്രേച്ചിയും ഈ വട്ടം ബാംഗ്ലൂർക്ക് പോവാണ്. ചിത്രേച്ചി എന്നാലും ചിത്രേച്ചി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ചിത്രേച്ചി ഇവിടെ നിൽക്കുന്നത് ചുമ്മാ. അപ്പോൾ ഓൻ ഒറ്റക്കല്ലേ, കുഞ്ഞാവിൻ്റെ ഇവിടെ നിൽക്കൂല. ഞാൻ നിങ്ങളെ പിടിച്ച് മാന്തിയോ?
അപ്പം ഇവരെ കൂടെ ബാംഗ്ലൂർ പോവാണ്. ലൂയി എങ്ങോട്ടാ പോണേ? അല്ല ഐസി ലൂയി ഈ എവിടെ പോണത്? എങ്ങോട്ടാ പോണേ? ആ അല്ല ഇനി ഭാവി ഈ മുന്നിലിരുന്നില്ലേ, ഉപ്പച്ചി പുറകിലിരുന്നതിന് വൻ കമന്റുകളായിരിക്കും. എന്താ മുന്നിലിരിക്കാത്ത? എനിക്ക് സുഖതാണ്. ആ പക്ഷെ വർത്താനത്തിൽ ഒരു രസമില്ലല്ലോ. എന്താണ്? എനിക്ക് സുഖമാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയില്. അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി. ഞാനും നമ്മളെ ചെക്കപ്പാരും പണിയെടുക്കണേ. അൾട്രാ പൊട്ടിയോ? ഞാൻ ചോദിച്ചു ഫോൺ എടുത്ത പാടെ പൊട്ടിയോ? എന്തിനി? ആവശ്യത്തിന്. ഓക്കെ, അപ്പം ഇവരെല്ലാവരും പോവാണ്. ഇനിയിപ്പോൾ 2 ദിവസം എൻ്റെ തല എൻ്റെ ഫിഗർ ആയിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന പോലെയാവും. ഇതാ അവർ പോവുകയാണ്. ഇപ്പം സമയം 3 മണിയായി. രാത്രി ആവുന്നതിനും ഒരു ബാംഗ്ലൂർ എത്തും. അവിടെ റൂം എടുത്ത് നിൽക്കും. കൊമേഴ്സ്യൽ സ്ട്രീറ്റിലാണ് ഇവരുണ്ടാവുക 2 ദിവസം. അവിടുന്ന് ഫുൾ പർച്ചേസ്, കല്യാണത്തിൻ്റെ ഫുൾ പർച്ചേസ് ഇതോടെ കൂടെ തീരും. അത് കഴിഞ്ഞിട്ടാണ് ഒരു വരിക. ഓരൊക്കെ ബാംഗ്ലൂർ എത്താനായിക്കണ്. ഞാൻ പോരേൽ ഒറ്റയ്ക്ക്. രാത്രി 8 മണിയായി. ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ ചെറിയ മോനെ വിളിച്ചിരിക്കണ്. ഇത് ടൗണിൽ പോയിട്ട് എന്തെങ്കിലും തട്ടേടിന്ന് കഴിക്കണം. ഇവിടെ ഒന്നുമില്ല. പിന്നെ രാവിലത്തേക്ക് മാഗി മേടിച്ചിട്ട് വരണം. മാഗി ഉണ്ടാക്കാം നാളെ രാവിലെ. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിനെ കല്യാണം വിളിക്കാൻ പോയപ്പോൾ ഓളമ്മ എന്നും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് പറഞ്ഞു എന്താ എൻ്റെ കോലം ഇങ്ങനെയാണ്. മേക്ക് ഓവർ വരും. പിന്നെ പഠിച്ചോന്നൊരു ഇതേ ഉള്ളൂ നമുക്ക്. പിന്നെ കുറച്ചൊരു ചേഞ്ചൊക്കെ വരുത്തും. താടി ഇതൊക്കെ കല്യാണം ആകുമ്പോൾ ഒരു ചേഞ്ച് വരുമ്പോഴല്ലേ എല്ലാവർക്കും ഒരു നമ്മളെ മുഖത്തൊരു ബ്രൈറ്റ്നെസ്, തേജസ്, എന്താ പറയുക, ഒരു പുതുമ തോന്നുക. അതുകൊണ്ടാണ് ഞാൻ വെട്ടാതെ ഇങ്ങനെ വെച്ചിരിക്കണത്. ഇതിപ്പോൾ വേണം വെട്ടാൻ. ഇതിപ്പോൾ എന്തായാലും വെട്ടണം. സിങ്കു വന്നു കഴിഞ്ഞാൽ സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണം. ഇനി കല്യാണത്തിന് 10-20 ദിവസം അത്രയേ ഉള്ളൂ ആവാനായിക്കിന്. അപ്പം ഇന്നലെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞ് കല്യാണത്തിന് വരുന്നു. സന്തോഷം. അപ്പം അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്, കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത്. എത്ര ആൾക്കാർ വരുന്നു ഇപ്പോഴൊരു പേടി. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഞാനൊരു അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ പറയണം. ഇനിയിപ്പം നമ്മൾ 2200 പേർക്ക് ഫുഡ് വെച്ച് 2500 പേര് വന്നില്ല. കുറച്ച് പേർക്ക് ഫുഡ് കിട്ടിയില്ല. അത് മോശമാവോ ഇല്ല എല്ലാവരും കുറ്റം പറയോ, ഇന്നെ നാണക്കേടാവോ, എന്താണ്? എല്ലാവരും മനസ്സറിഞ്ഞിട്ട് കുഴപ്പമില്ല, അത് പെട്ടെന്ന് ആൾ കൂടിയോണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒഴിവാക്കി വിടുമോ? നിങ്ങളൊരു അഭിപ്രായം പറയണേ. എല്ലാവരും പറഞ്ഞ് അത് വളരെ മോശമാവും, നാണക്കേടാവും എന്നൊക്കെ. എനിക്ക് നാണക്കേടിൻ്റെ അങ്ങനത്തെ പിന്നെ അതൊന്നും ഈ ചെവി കൊടുത്ത് ഈ ചെവി കൂടെ കളയുന്ന ആളാണ് ഞാൻ. ആൾക്കാരിൻ്റെ നാണക്കേട് പറയുക, ഇന്ന കുറ്റം പറയുക, ആൾക്കാരെ വിളിച്ചെടുത്ത് ഫുഡ് കൊടുത്തില്ല, അങ്ങനത്തെ ഒന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ വരുന്നവർക്ക് ഫുഡ് കിട്ടായിട്ട് അവർക്ക് ഉള്ളിൽ വിഷമമായാലാണ് എനിക്ക് വിഷമം. വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ഞാൻ മൈൻഡ് ആക്കാറില്ല. ആൾക്കാരെന്ത് പറയണോ അതൊന്നും എനിക്ക് ഐ ഡോണ്ട് കെയർ. അപ്പം എനിക്കെന്ന് വെച്ചാൽ വരുന്നവർക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ ഒരു വട്ടം വരുമ്പോൾ നമ്മൾ നല്ലൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്, ഇത്രയും കാലം നമ്മൾ നിങ്ങളെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്, പൈസ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം നമ്മൾ തരണ്ടേ. അപ്പോൾ ഞാൻ മാക്സിമം കൂടുതൽ വെക്കും. കൂടുതൽ വെച്ചിട്ട് ഇനി ആൾ വന്നിട്ടില്ലെങ്കിൽ വേസ്റ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ. അതൊരു പേടി. ഇല്ല, ഞാൻ ഇവിടെയുള്ള ഓർഫനേജിൽ സംസാരിച്ച് വെക്കുന്നുണ്ട്. ഈ ഫുഡ് വെച്ചിട്ട് ബാക്കി ആവുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലും ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അത്രേ. നമ്മൾ ടൗണിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ. തട്ടുകടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ദോശ, ഉള്ളി, നെയ്പത്തിരി, ചട്നി, കോഴി പൊരിച്ചത്, ബീഫ്, പിന്നെ ചെറിയ മീൻ. കണ്ണാപ്പി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? കണ്ണാപ്പി വേറെ സ്ഥലത്ത് പോയതാ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ ബീഫ് ഇങ്ങനെ എടുക്കുക, ഉള്ളി മാറ്റി വെക്കുക, എന്നിട്ട് കുറച്ച് ചാറെടുക്കുക, വെക്കുക, അങ്ങനെ പിടിക്കുക. നിന്റെ വീട്ടിൽ ബീഫ് വെച്ചില്ലല്ലോ? ഇല്ല, അതുകൊണ്ട് തന്നെ പുറത്തു കിട്ടുന്നത്. ഇവന്റെ അമ്മ അത് കണ്ടു കഴിഞ്ഞാൽ അവനെ വെട്ടുന്നു. കാണിക്കരുത് അല്ലേ? അമ്മ തന്നെ ഇവന്റെ ചാനലൊന്നും കാണാറില്ല. അതുകൊണ്ട് ചാനൽ മാത്രമേ കാണാറുള്ളൂ. ഇവന്റെ ലോക്കൽ ചാനലൊന്നും അമ്മ കാണാറില്ല. മാറി എന്റെ കല്യാണത്തിന് ഫുള്ള് ബീഫ് ആക്കോടാ. ഇന്ന് പോയിട്ട് ഫൈനൽ കാണാനുള്ള, അല്ല ക്വാർട്ടർ ഫൈനൽ.
രണ്ട് രണ്ട് കളിയുണ്ട്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് ബെറ്റേക്കാം. ഓക്കെ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ജർമ്മനി വേഴ്സസ് സ്പെയിൻ. ഈ മത്സരത്തിന് രസം ഉണ്ടാവില്ല, കാരണം രണ്ടുപേരും സ്പെയിനുകാരാണ്. പക്ഷേ നമ്മളിവിടെ വർക്ക് ചെയ്യണ ചെക്കന്മാരില്ലേ, ഒരേ ടൈം ബെറ്റ് വെച്ചിക്കണേ സ്പെയിനും ജയിക്കും അതുപോലെ പോർച്ചുഗലും ജയിക്കും പെപ്സിക്ക്. അപ്പോൾ നാളെ തോറ്റു കഴിഞ്ഞാൽ അവർക്ക് പെപ്സി മേടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലേ നമ്മൾ ഇങ്ങോട്ട് മേടിക്കും. സ്പെയിൻ ജയിക്കട്ടെ. ഗൈസ് ആദ്യത്തെ കളിയിൽ സ്പെയിൻ ജയിച്ചു. അങ്ങനെ സങ്കടമായി ഗൈസ്. ഒരു പോർച്ചുഗൽ തോറ്റി. പോർച്ചുഗൽ തോറ്റാനല്ല, ക്രിസ്ത്യാനോനെ മോങ്ങണം. പോർച്ചുഗൽ തോക്കണം വൃത്തിയായിട്ടൊന്നും. പക്ഷെ ക്രിസ്ത്യാനോക്ക് വേണ്ടിയിട്ട് പോർച്ചുഗൽ ജയിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല, കളിയാകുമ്പോൾ ജയിക്കും തോന്നും. അപ്പം ഇനിയിട്ട് നാളെ രാവിലെ എണീച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. ഇനി നമുക്ക് സെമിയിൽ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് കാണാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഇവിടെ ആരുമില്ല, ഞാനും ചെറിയ മനൊന്നും. ഞങ്ങൾ ഇനി കയറി കിടന്നുറങ്ങും.